അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ട് സ്വീറ്റ് ഉണ്ടാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ബ്രെഡ് പീസാക്കി വെച്ചതാണ്, ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. മുരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് കോരിയെടുക്കാം. നെയ്യൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തതാണ്. നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കയ്യിൽ റവ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും റവ. അപ്പം നമ്മുടെ റവ വെന്തിട്ടുണ്ട്. ഒരു തരി ഉപ്പിട്ട് കൊടുക്കണേ. നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും, 1 ടീസ്പൂൺ. നമുക്ക് അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം കൂടി വിതറി കൊടുക്കാം. ഇത് വറുത്ത് വെച്ചതാണ്. നമുക്ക് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ മധുരം ഇട്ടിട്ടില്ല. കുറച്ചും കൂടി മുട്ട ഒഴിച്ചു കൊടുക്കും. ബാക്കിയുള്ള വറുത്തത് ഈത്തപ്പഴം മുന്തിരി വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് അതിൻ്റെ മേലെ ബാക്കിയുള്ളത് വെച്ചു ബാക്കിയുള്ള മുട്ട ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇത് പീസായിട്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.